പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു പ്രോബ്ലമാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ഓഫ് വിനായക സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ് ആസ് അറ്റ് 1 January 2015. 2015 ജനുവരി 1 വിനായക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഒരു ബാലൻസ് ഷീറ്റാണ് നമുക്ക് തന്നിട്ടുള്ളത്. ശ്രദ്ധിക്കേണ്ടത് 2015 ജാനുവരി 1 ബാലൻസ് ഷീറ്റാണ്. ഇങ്ങനെ ഓപ്പണിംഗ് ഡേറ്റിലെ ബാലൻസ് ഷീറ്റ് തരുന്നതിനെ നമ്മൾ വിളിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എന്നാണ് വിളിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ വർഷത്തെ, സാധാരണ നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഒരു വർഷാവസാനത്തിലാണ്, ഇയർ എൻഡിലാണ്. അപ്പോൾ 1 January 2015 എന്ന് പറഞ്ഞാൽ ഏത് വർഷത്തെ ബാലൻസ് ഷീറ്റാണ്, ഏത് ഡേറ്റിലെ ബാലൻസ് ഷീറ്റാണ്? 31 December 2014 ബാലൻസ് ഷീറ്റാണ്. പക്ഷേ അത് ജാനുവരി 1 തരുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്ത്? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്. എന്തിനാണ് ഇങ്ങനെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തരുന്നത്? ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റുമാണ്. അതിന് നമുക്ക് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ ആവശ്യമേ സാധാരണഗതിയിലുള്ളൂ. പക്ഷേ പുതിയ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് സാധാരണ ക്യാപിറ്റൽ ഫണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ക്യാപിറ്റലിന് പകരം സാധാരണ ട്രേഡിംഗ് കൺസേൺ ക്യാപിറ്റൽ ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ഫണ്ട് എന്നാണെന്ന്. ആ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് കിട്ടുന്നതിനാവശ്യമായിട്ടാണ് ഇവിടെ എന്ത് തന്നിട്ടുള്ളത്? ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുള്ളത്. എല്ലാ സമയത്തും ഇങ്ങനെ എന്ത് തന്നോളണമെന്നില്ല, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നോളമെന്ന് ഇല്ല. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പുതുതായിട്ട് തയ്യാറാക്കേണ്ടി വരും. അപ്പോൾ ആ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന് ആവശ്യമായിട്ടുള്ള ഇതിൽ ഉൾപ്പെടേണ്ട ഐറ്റംസ്, അതായത് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ ഉൾപ്പെടാൻ കഴിയുന്ന ഐറ്റംസ് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇവിടെ തന്നിട്ടുണ്ടായിരിക്കും. അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ പലയിടത്തും തന്നിട്ടുണ്ടായിരിക്കും. ആ ഐറ്റംസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടി വരും. തയ്യാറാക്കിയതിന് ശേഷം അത് ബാലൻസ് ചെയ്യുമ്പോൾ, സാധാരണ ബാലൻസ് ഷീറ്റ് ബാലൻസ് ചെയ്യാറില്ല, ഇവിടെ ക്യാപിറ്റൽ ഫണ്ട് എമൗണ്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എഴുതി ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന തുകയെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ക്യാപിറ്റൽ ഫണ്ടായിട്ട് കണക്കാക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കുകയാണെങ്കിൽ ഈ 13,000 എമൗണ്ട് ഇവിടെ ഉണ്ടാവില്ല. ബാക്കി ഐറ്റംസ് ഒക്കെ നമ്മൾ എഴുതി ഇത് ബാലൻസ് ചെയ്യും. അപ്പോൾ ഈ 13,000 ബാലൻസ് ആയിട്ട് കിട്ടും. ആ ബാലൻസിന് നേരെ നമ്മൾ എന്ത് എഴുതും? ക്യാപിറ്റൽ ഫണ്ട് എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ക്വസ്റ്റ്യൻസിലൊക്കെ ക്യാപിറ്റൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മളൊരു സിമ്പിൾ പ്രോബ്ലം എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ക്യാപിറ്റൽ ഫണ്ട് തരുന്നതിന് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലേക്ക് പോവാം. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിട്ടുള്ള ഐറ്റംസ് ഓൺ ദ റെസിപ്റ്റ് സൈഡ്: ഓപ്പണിംഗ് ബാലൻസ്, ദെൻ എൻട്രൻസ് ഫീ, ഡൊണേഷൻ, സബ്സ്ക്രിപ്ഷൻ, സെയിൽ ഓഫ് ഓൾഡ് സ്കൂട്ടർ. പേയ്മെന്റ് സൈഡിൽ സാലറീസ്, സ്പോർട്സ് എക്സ്പെൻസ്, ജനറൽ എക്സ്പെൻസ്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ, ക്ലോസിംഗ് ബാലൻസ്. ദെൻ അഡ്ജസ്റ്റ്മെന്റ് സൈഡ് തന്നിട്ടുള്ളത് on 31st December 2015 subscription outstanding amounts to rupees 2,500. ഈ വർഷ അവസാനം നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് എന്താ? സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ വരിസംഖ്യ ഈ വർഷം കിട്ടേണ്ടത്, ഇനിയും കിട്ടാനുള്ളത് എത്ര രൂപയുണ്ട്? 2,500 രൂപയുണ്ട്. ആൻഡ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എമൗണ്ട് ടു rupees 500. ഈ വർഷം വരിസംഖ്യ നമുക്ക് അഡ്വാൻസ് ആയി കിട്ടിയത് എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയി നമുക്ക് കിട്ടിയത് എത്ര രൂപയുണ്ട്? 500 രൂപയുമുണ്ട്. ദെൻ ഡിപ്രീഷിയേറ്റ് ഫർണിച്ചർ ബൈ 20%. ഫർണിച്ചറിന് എത്ര രൂപ ഡിപ്രീസിയേഷൻ കണക്കാക്കണം? 20 രൂപ ഡിപ്രീസിയേഷൻ കണക്കാക്കണം. ദെൻ സാലറി ഔട്ട്സ്റ്റാൻഡിങ് അമൗണ്ട്സ് ടു rupees 700. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ളത്, സാലറി ഈ വർഷത്തെ സാലറി കൊടുക്കാനുള്ളത്, ഔട്ട്സ്റ്റാൻഡിങ് മീൻസ് ഈ വർഷത്തെ സാലറി കൊടുക്കാനുള്ളത് എത്ര രൂപയാണ്? 700 രൂപയാണ്. ദെൻ ഹാഫ് ഓഫ് എൻട്രൻസ് ഫീ ഈസ് ടു ബി ക്യാപിറ്റലൈസ്ഡ്. എൻട്രൻസ് ഫീയുടെ പകുതി, ഹാഫ് എമൗണ്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം? ക്യാപിറ്റലൈസ് ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി ഷോൺ ഓൺ ദി ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ എവിടെ എന്ത് ചെയ്യണം? കാണിക്കണം. ബാക്കി പകുതി നമ്മൾ മാത്രമേ എവിടെ എടുക്കേണ്ടതുള്ളൂ? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ടതുള്ളൂ. ദെൻ
ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈസ് വാല്യൂഡ് അറ്റ് റുപ്പീസ് 800. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുടെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 800 രൂപയുമാണ്. ഇത്രയുമാണ് നമുക്ക് എന്തായിട്ട് തന്നിട്ടുള്ളത്, അഡ്ജസ്റ്റ്മെന്റുകളായിട്ട് തന്നിട്ടുള്ളത്. നമ്മളോട് ആവശ്യപ്പെട്ടുള്ളത് പ്രിപ്പയർ ആൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st December 2015. ഈ വർഷാവസാനം നമ്മളോട് ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും അതുപോലെ തന്നെ ഒരു ബാലൻസ് ഷീറ്റും എന്ത് ചെയ്യാൻ പറയുന്നു, തയ്യാറാക്കാൻ പറയുന്നു. അപ്പോൾ നമുക്ക് നേരെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോവാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് മുൻപായി ഓർക്കേണ്ട ഒരു കാര്യം, ഓർക്കേണ്ട ഒരു കാര്യം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഈ വർഷത്തെ ഇൻകവും ഈ വർഷത്തെ എക്സ്പെൻഡിച്ചറും ആണ് ഉൾപ്പെടുത്തുന്നത്. അത് ഈ വർഷത്തെ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തെ ആക്ച്വലി കിട്ടിയത് മാത്രമല്ല, ഈ വർഷം കിട്ടേണ്ടത് ഉൾപ്പെടെ കാണിക്കും. എക്സ്പെൻഡിച്ചർ ആണെങ്കിലും ശരി, ഈ വർഷത്തെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായത് കൊടുത്തത് മാത്രമല്ല, എന്തെങ്കിലും ബാക്കി കൊടുക്കാനുണ്ടെങ്കിൽ അതുകൂടെ ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുക. ഓർക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ആക്ച്വൽ എമൗണ്ട് ഈ വർഷത്തെ മാത്രമേ ഉൾപ്പെടുത്തുകയുള്ളൂ. വരാനിരിക്കുന്ന വർഷത്തെ ഉൾപ്പെടുത്തില്ല. മുൻ വർഷങ്ങളിലുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്തില്ല. ഈ വർഷത്തെ അത് പേയ്മെന്റ് നടത്തിയതോ അല്ലെങ്കിൽ റിസീവ് ചെയ്തതോ മാത്രമല്ല, പേയ്മെന്റ് നടത്താനുള്ളതും അതുപോലെ തന്നെ റിസീവ് ചെയ്യാനുള്ളതും കിട്ടാനുള്ളതും ഈ വർഷത്തെ ആണെങ്കിൽ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തും, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഉൾപ്പെടുത്തും. അതാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നതിന് മുന്നോടിയായിട്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. നമുക്ക് നേരെ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് പോകാം. ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർമാറ്റ് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിങ് 31st December 2015. എക്സ്പെൻഡിച്ചർ എമൗണ്ട്, ഇൻകം എമൗണ്ട്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ അല്ലെങ്കിൽ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചറും ക്രെഡിറ്റ് സൈഡ് ഇൻകവുമാണെന്ന് നമുക്കറിയാം. നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡ് ആദ്യം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ പേയ്മെന്റ് സൈഡാണ് നോക്കേണ്ടത്. പേയ്മെന്റ് സൈഡിലുള്ള ഐറ്റമാണ് എവിടേക്ക് എടുക്കുന്നത്, എക്സ്പെൻഡിച്ചർ സൈഡിലേക്ക് എടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കൂടെ ഒന്ന് പരിഗണിക്കേണ്ടി വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഐറ്റം നോക്കാം. റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ഫസ്റ്റ് ഐറ്റം എന്നുള്ള രീതിയിൽ വരുന്നത് സാലറീസ് ആണ്. സാലറി പറയുമ്പോൾ തന്നെ സാലറിയുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് കൂടെ അവിടെ പറയുന്നുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറയുന്നു. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ, ഈ വർഷം സാലറീസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ള തുക ഈ വർഷം നമ്മുടെ സാലറി കൊടുത്തതാണ്. അതിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത്ര തുക കൂടി എന്ത് ചെയ്യാനുണ്ട് എന്നാണ്, കൊടുക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ വർഷത്തെ മൊത്തത്തിലുള്ള സാലറി കൊടുത്തതും കൊടുക്കേണ്ടതും കൂടിയാണ് നമുക്ക് ഇവിടെ കാണിക്കേണ്ടത്. അതുകൊണ്ട് സാലറിയോട് കൂടിയിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പോൾ സാലറി ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 700, ടോട്ടൽ 3700. നെക്സ്റ്റ് ഐറ്റം ഈസ് ജനറൽ എക്സ്പെൻസ്. ജനറൽ എക്സ്പെൻസിൽ അഡ്ജസ്റ്റ്മെന്റുകളൊന്നുമില്ല. ഡയറക്റ്റ് എമൗണ്ട് 4500. ദെൻ നെക്സ്റ്റ് ഐറ്റം സ്പോർട്സ് എക്സ്പെൻസ്, അഡ്ജസ്റ്റ്മെന്റുകളൊന്നും പറയുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നു 7000. ദെൻ നെക്സ്റ്റ് ഐറ്റം ഈസ്, നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെന്റ് സൈഡിൽ കാണാത്തൊരു ഐറ്റമാണ്. പക്ഷേ നമുക്കത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇവിടെ ഒരു സ്കൂട്ടറിന്റെ വിലയെ കുറിച്ച് അതിൽ പറയുന്നുണ്ട്. സ്കൂട്ടർ എമൗണ്ട്സ് ടു ₹6000 എന്ന് പറയുന്നുണ്ട്. സ്കൂട്ടറിന്റെ വിലയായിട്ടുള്ള എവിടെയാണ് പറയുന്നത്, ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ സ്കൂട്ടറിന്റെ വില പറയുന്നുണ്ട് 6000 രൂപ. പക്ഷേ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഈ സ്കൂട്ടർ വിൽക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിറ്റിട്ട് 5000 രൂപ കിട്ടി എന്ന് പറയുന്നുണ്ട്. റെസീപ്റ്റ് ഓൺ സെയിൽ ഓഫ് സ്കൂട്ടർ 5000 എന്ന് പറയുന്നുണ്ട്. 5000 രൂപ സ്കൂട്ടർ വിറ്റപ്പോൾ കിട്ടിയെന്ന്. അപ്പൊ 6000 രൂപ വിലയുണ്ടായിരുന്ന സ്കൂട്ടർ 5000 രൂപയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്താണ് സംഭവിച്ചിട്ടുള്ളത്, നഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത്. 6000-ൽ 5000 കുറച്ചാൽ ബാക്കി 1000 രൂപ നഷ്ടമാണ്. ആ നഷ്ടം നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എന്ത് ചെയ്തിരിക്കണം, കാണിച്ചിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻഡിച്ചറോ ലോസോ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കേണ്ടതുണ്ട്, എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ടതുണ്ട്. സോ ആ നഷ്ടം മാത്രം, വിറ്റ വില ഇവിടെ കാണിക്കേണ്ടതില്ല, പക്ഷെ നഷ്ടം മാത്രം ഇവിടെ കാണിക്കണം. സോ ലോസ് ഓൺ സെയിൽ ഓഫ് സ്കൂട്ടർ 6000 minus 5000, 1000. Then next item, printing paid.
പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ വർഷം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഇനത്തിൽ നമ്മൾ കൊടുത്ത തുക 1500 അല്ലെങ്കിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ച തുക 1500. പക്ഷേ കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറയുന്നത് എത്ര ഉണ്ടായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് 1000 ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കുക, സ്റ്റേഷനറി ഐറ്റംസ് ആണ്, പ്രിന്റിങ്ങിന്റെയും സ്റ്റേഷനറി ഐറ്റംസിന്റെയും സ്റ്റോക്കാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ 1000 രൂപയുടെ വില വരുന്ന പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി സാധനങ്ങൾ ഉണ്ടായിരുന്നു. 1000 രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത് ഈ വർഷം തികയില്ല എന്ന് കണ്ട് അല്ലെങ്കിൽ പോരാ എന്ന് തോന്നിയിട്ട് എത്ര രൂപയ്ക്ക് കൂടെ വാങ്ങിച്ചു? അതാണ് പ്രിന്റിംഗ് പെയ്ഡ് എന്ന് പറയുന്നത്. 1500 രൂപയ്ക്ക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഉള്ളത് 1000 രൂപയുടെ സാധനം ഉണ്ട്. ഈ വർഷം എത്ര രൂപയ്ക്ക് കൂടെ അധികം വാങ്ങിച്ചു? 1500 രൂപയ്ക്ക് കൂടെ വാങ്ങിച്ചു. നമുക്ക് എപ്പോഴും ഇവിടെ എടുക്കേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കേണ്ട തുക എന്ന് പറയുന്നത് എത്ര രൂപ ഇത്തരത്തിൽ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിക്ക് വേണ്ടി നമ്മൾ ചെലവഴിച്ചോ, ആക്ച്വലി സ്പെൻഡ് ചെയ്തോ, ഈ വർഷം ആക്ച്വലി എത്ര രൂപ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിൽ കാണിക്കേണ്ട തുക. അപ്പോ ഈ വർഷം വാങ്ങിച്ച തുക കാണിച്ചാൽ മതിയോ? പോരാ. ഓപ്പണിംഗ് സ്റ്റോക്ക് ആണോ കാണിക്കേണ്ടത്? അതുമല്ല. ക്ലോസിംഗ് സ്റ്റോക്ക് ആണോ കാണിക്കേണ്ടത്? അതുമല്ല. എന്താ കാണിക്കേണ്ടത്? ഈ ആക്ച്വലി എത്ര രൂപയാണ് ഈ വർഷം പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത്, ആക്ച്വലി നമ്മൾ ഉപയോഗിച്ച തുക എത്ര രൂപയുടെ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ഈ വർഷം ഉപയോഗിച്ചു എന്നുള്ളതാണ് കാണേണ്ടത്. അത് കാണുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ വർഷം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റേഷനറി 1000 രൂപയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തത് എത്ര രൂപയ്ക്കാണ്? 1500 രൂപയ്ക്കാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ എത്ര രൂപയുടെ സ്റ്റേഷനറി ഉണ്ടായിരുന്നു? 1500 1000 2500. ഈ 2500 നമ്മൾ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ എന്ത് വരില്ലായിരുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് ഒന്നും വരില്ലായിരുന്നു. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് വന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? മുഴുവൻ ഉപയോഗിച്ചിട്ടില്ല. അത്ര രൂപ ബാലൻസ്, അത്രയും രൂപയുടെ സാധനങ്ങൾ ബാലൻസ് വന്നിട്ടുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ എത്ര രൂപ ഉപയോഗിച്ചു എന്ന് നമുക്ക് പറയാം? 2500 രൂപയുടെ സ്റ്റേഷനറി ഉപയോഗിച്ചു എന്ന് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്? ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അത് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് 800 രൂപയുടെ. അപ്പൊ 800 രൂപയുടെ സാധനങ്ങൾ ഇനിയും ബാലൻസ് ഉണ്ട്. അപ്പൊ 2500 രൂപയുടെ മുഴുവൻ സാധനങ്ങൾ ഉപയോഗിച്ചോ? ഇല്ല. എത്ര രൂപ ബാക്കിയുണ്ട്? എത്ര രൂപയുടെ ബാക്കിയുണ്ട്? 800 രൂപയുടെ. അപ്പൊ ബാലൻസ് എത്ര രൂപ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും? 1700 രൂപയുടെ. അപ്പൊ 1700 രൂപയുടെയാണ് ആക്ച്വലി ഈ വർഷം നമ്മൾ എന്തായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്? സ്റ്റേഷനറി ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ 800 രൂപ എന്ത് വരും? അടുത്ത വർഷം ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് അടുത്ത ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ വരും. അതാണ് ക്ലോസിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ടിട്ട്, പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ദെൻ ഡിപ്രീസിയേഷൻ, അടുത്ത ഐറ്റം. ഫർണിച്ചറിന് മാത്രമാണ് ഡിപ്രീസിയേഷൻ പറയുന്നത്. 20% ആണ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ഇവിടെ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കാണിക്കണം. ഏതെല്ലാം ഐറ്റത്തിന് ഡിപ്രീസിയേഷൻ ഉണ്ടോ അതൊക്കെ നമ്മൾ കാണിക്കണം. പക്ഷേ നമുക്ക് ഇവിടെ എന്തിനു മാത്രമേ ഡിപ്രീസിയേഷൻ ഉള്ളൂ? ഫർണിച്ചറിന് മാത്രമേ ഡിപ്രീസിയേഷൻ ഉള്ളൂ. ഫർണിച്ചറിന്റെ 20% ഡിപ്രീസിയേഷൻ. 5000ന്റെ 20%, ദാറ്റ് ഈസ് 1000. ഇത്രയുമാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? എക്സ്പെൻഡിച്ചർ സൈഡിൽ പറയാനുള്ളത്. ഇനി നമുക്ക് ഇൻകം സൈഡിലേക്ക് പോകാം. ഇൻകം സൈഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ്. ഇത് നമുക്ക് എവിടുന്നാ കിട്ടുക? റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിന്റെ റെസീപ്റ്റ് സൈഡിൽ നിന്ന്. ഓക്കെ, ആ റെസീപ്റ്റ് സൈഡിൽ നിന്ന് കിട്ടുന്ന ഐറ്റമാണ് ആദ്യത്തെ ഐറ്റമാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ്. ഇവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറിയുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് പോലെ തന്നെ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാനുണ്ടാവും? മിക്കവാറും പ്രോബ്ലങ്ങളിൽ സബ്സ്ക്രിപ്ഷനുമായി ബന്ധപ്പെട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ ഈ വർഷം കിട്ടിയതുണ്ടാവും, കഴിഞ്ഞ വർഷത്തെ തുക ഈ വർഷം കിട്ടിയതുണ്ടാവും, വരാനിരിക്കുന്ന വർഷത്തേക്കുള്ള തുക ഈ വർഷം കിട്ടിയതുണ്ടാവും. ഇതൊക്കെ ഈ വർഷം കിട്ടി എന്നുള്ള രീതിയിൽ ഉണ്ടാവാം. അപ്പൊ നമുക്ക് ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ, ഇവിടെ ഇപ്പോ ഈ വർഷം കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 10000 രൂപയാണ്. പിന്നെന്താ പറയുന്നത്? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. എന്താ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ ഈ വർഷം സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുണ്ട്. അത് എത്ര രൂപയാണ്? 2500 രൂപ. ശ്രദ്ധിക്കൂ, 10000 രൂപ സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കിട്ടിയിട്ടുണ്ട്. 2500 രൂപ എന്ത് ചെയ്യാനുണ്ട്? ഈ വർഷം ഇനിയും കിട്ടാനുണ്ട്. ദെൻ അപ്പൊ 12500 രൂപയാണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഇനത്തിൽ കിട്ടാൻ ടോട്ടൽ ആയിട്ട് ഉള്ളത്. ദെൻ ലെസ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. പക്ഷേ
നേരത്തെ 10,000 രൂപ കിട്ടിയതിൽ എന്തുകൂടെ ഉണ്ട്, 500 രൂപ ഏത് വർഷത്തേക്കുള്ളതാണ്, നെക്സ്റ്റ് ഇയറിലേക്കുള്ളതാണ്. ശ്രദ്ധിക്കണേ, ഈ 10,000 റുപ്യ കിട്ടിയതിൽ ഈ 10,000 മുഴുവനായിട്ടും ഏത് വർഷത്തേക്കുള്ളതല്ല, ഈ വർഷത്തേക്കുള്ളത് അല്ല. അതിലെന്തുണ്ട്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 31/12/15. ഈ വർഷം അവസാനം അഡ്വാൻസ് ആയിട്ട് കിട്ടിയ തുക ഉണ്ട്, എത്ര രൂപ, 500. അപ്പൊ ഈ 10,000 ഏതും കൂടെ പെടുന്നുണ്ട്, ഈ 500 ഉണ്ട്. ഈ 500 ഏത് വർഷത്തേക്കുള്ളതാണ്, അടുത്ത വർഷത്തേക്കുള്ളതാണ്. സോ ഈ വർഷം നമ്മൾ അത് പരിഗണിക്കേണ്ടതില്ല, അടുത്ത വർഷമാണ് അത് എടുക്കേണ്ടത്. അതുകൊണ്ട് ഈ 12,500 നിന്ന് ക്ലോസിംഗ് അഡ്വാൻസ് ആയി കിട്ടിയ തുക നമ്മൾ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അങ്ങനെ ഈ വർഷത്തെ ടോട്ടൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 12,000 രൂപ. ഓക്കെ. ദെൻ എൻട്രൻസ് ഫീ. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു എൻട്രൻസ് ഫീയുടെ പകുതി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു, ക്യാപിറ്റലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. സോ ബാലൻസ് ഷീറ്റിൽ കാണിക്കണം. ബാക്കി പകുതി അപ്പോൾ എവിടെ കാണിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ ഇൻകമായിട്ട്, എൻട്രൻസ് ഫീ ഇൻകമാണ്, ഇൻകമായിട്ട് കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ 4,000-ന്റെ 50% അല്ലെങ്കിൽ അതിൻ്റെ പകുതി 2,000. നെക്സ്റ്റ് ഈസ് ഡൊണേഷൻ ആണ്. ഡൊണേഷൻ സാധാരണഗതിയിൽ സാധാരണ ഡൊണേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ വരുന്ന ഒരു ഐറ്റമാണ്. നേരെ മറിച്ച് ഡൊണേഷൻ ഏതെങ്കിലും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ ആണെങ്കിൽ അത് എവിടെയാണ് നമ്മൾ കാണിക്കുക, ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. ദെൻ നമ്മൾ ടോട്ടൽ ചെയ്യുന്നു. ടോട്ടൽ ചെയ്യുമ്പോൾ ആദ്യം നോക്കിയാൽ അറിയാം ഏത് സൈഡാണ് കൂടുതൽ വരുന്നത്, ഇൻകം സൈഡാണ് കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക ഏത് സൈഡാണ് കൂടുതൽ എന്നുള്ളത്. ഇവിടെ ഇൻകം സൈഡാണ് കൂടുതൽ, 20,000 ടോട്ടൽ. ആ ടോട്ടൽ നമ്മൾ ഇപ്പുറത്തേക്ക് എഴുതുന്നു. ദെൻ ഈ ടോട്ടലിൽ നിന്ന് ഇവിടെ എക്സ്പെൻഡിച്ചർ സൈഡിലുള്ള എമൗണ്ടുകൾ കുറയ്ക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന തുക 1,100. ഇതിനെ വിളിക്കുക സർപ്ലസ് എന്നാണ്. ഇൻകം കൂടുതലും എക്സ്പെൻസ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ കുറവും ഉണ്ടായതുകൊണ്ട്, അല്ലെങ്കിൽ കൂടുതലുള്ള ഇൻകം, ആ ഇൻകത്തെ വിളിക്കുന്ന പേര് നമ്മൾ പ്രോഫിറ്റിന് പകരമായിട്ട് ഇവിടെ വിളിക്കുന്ന പേര് എന്താണ്, സർപ്ലസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ സർപ്ലസ് എന്ന് പറയുന്നത് എത്ര രൂപയാണ്, 1,100 രൂപയാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കി സർപ്ലസ് കണ്ടു കഴിഞ്ഞാൽ ഇനി നമ്മൾ എവിടേക്കാണ് പോകേണ്ടത്, ബാലൻസ് ഷീറ്റിലേക്കാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് തന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഒരു ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി, അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിങ്ങിലുള്ള ഒരു ബാലൻസ് ഷീറ്റിൽ വരുന്ന ഐറ്റംസ്, കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ഷീറ്റിലേക്ക് വരാവുന്ന അല്ലെങ്കിൽ ഈ വർഷം ഓപ്പണിങ്ങിലെ ബാലൻസ് ഷീറ്റിലേക്ക് വരാവുന്ന ഐറ്റംസ്, അത് അസറ്റ് സൈഡിലും ലാബിലിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ ലാബിലിറ്റീസ് ഒക്കെ എവിടെയും ലാബിലിറ്റി സൈഡിലും കാണിച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലാബിലിറ്റി സൈഡിൽ ബാലൻസ് വരും. ആ ബാലൻസ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ക്യാപിറ്റൽ ഫണ്ടായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെ നമ്മൾ ക്യാപിറ്റൽ ഫണ്ട് കാണും. പക്ഷേ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഫണ്ട് കാണേണ്ട ആവശ്യമില്ല. ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലൂടെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പുതിയ ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നു. ബാലൻസ് ഷീറ്റ് വിനായക സ്പോർട്സ് ക്ലബ്. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st December 2015. ലാബിലിറ്റി സൈഡ് എമൗണ്ട്, അസറ്റ് സൈഡ് എമൗണ്ട്. ലാബിലിറ്റി സൈഡ് ആദ്യം ഫില്ല് ചെയ്യാം. ലാബിലിറ്റി സൈഡിൽ നോക്കിക്കോളൂ. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയി കിട്ടിയത്, അടുത്ത വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. ആ സബ്സ്ക്രിപ്ഷൻ അടുത്ത വർഷത്തേക്ക് കിട്ടിയത് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ്. ഏത് സമയത്ത് ചോദിച്ചാലും അത് ഡ്യൂ ആവുന്നത് വരെ, ഏത് സമയത്ത് ചോദിച്ചാലും തിരിച്ചു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. സോ അതുകൊണ്ട് ആ എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലാബിലിറ്റിയാണ്. അഡ്വാൻസ് ആയിട്ട് കിട്ടിയ സബ്സ്ക്രിപ്ഷൻ ലാബിലിറ്റിയാണ്. ദെൻ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സാലറി ഉണ്ട്, സാലറി കൊടുക്കാനുള്ളത് ബാധ്യതയാണ്. 700 രൂപ സാലറി കൊടുക്കാനുള്ളത്, കൊടുത്തതല്ല കൊടുക്കാനുള്ളത്, ഇനി കൊടുക്കാനുള്ളത് ബാധ്യതയാണ്. സോ ലാബിലിറ്റി സൈഡിൽ കാണിക്കണം. ദെൻ ക്യാപിറ്റൽ ഫണ്ട് നമുക്ക് തന്നിട്ടുണ്ട് 13,000 രൂപ. അതിനോടുകൂടി സർപ്ലസ് ആഡ് ചെയ്യുന്നു. നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് തയ്യാറാക്കിയപ്പോൾ കിട്ടിയതാണ് സർപ്ലസ്. സർപ്ലസ് 1,100 രൂപ ആഡ് ചെയ്യുന്നു. അതിനോടുകൂടി എൻട്രൻസ് ഫീ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇവിടെ എൻട്രൻസ് ഫീ മുഴുവനായിട്ട് പറയുന്നില്ല, പകരം ഹാഫ് ഓഫ് ദ എൻട്രൻസ് ഫീ എന്നാണ് പറയുന്നത്. അപ്പോൾ 4,000-ന്റെ പകുതി 2,000 രൂപ നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. സോ ടോട്ടൽ എമൗണ്ട് 16,100. ക്യാപിറ്റൽ ഫണ്ട് ആഡ് സർപ്ലസ് ആഡ് എൻട്രൻസ് ഫീ 16,100.
ദെൻ ഇത്രയുമാണ് എവിടെ വരുന്നത്, ലാബിലിറ്റി സൈഡിൽ വരുന്നത്. അടുത്തത് അസറ്റ് സൈഡിലേക്കാണ്. അസറ്റ് സൈഡിൽ ആദ്യം ക്യാഷ് തന്നിട്ടുണ്ട് 10,000 രൂപയാണ്. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, ക്യാഷ് ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതിൽ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, അതിൽ 10,000 രൂപയാണ്. ദെൻ സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി 800 രൂപ. സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി, നമ്മൾ ഈ വർഷം ഉപയോഗിച്ച സ്റ്റേഷനറിക്ക് പുറമെ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട്. ആ സ്റ്റേഷനറിയാണ് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിച്ചത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാലൻസ് ഇരിക്കുകയാണ്, അതുകൊണ്ട് അസറ്റാണ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് സബ്സ്ക്രിപ്ഷൻ, നമുക്ക് ഈ വർഷം ഇനി കിട്ടാനുള്ള സബ്സ്ക്രിപ്ഷൻ, കിട്ടാനുള്ളത് എല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അസറ്റാണ്. സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അസറ്റാണ്. സോ ആ അസറ്റ് നമ്മൾ കാണിക്കുന്നു. ദെൻ ഫർണിച്ചർ 5,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷേ അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ 20% നമ്മൾ കുറയ്ക്കും, 1000 രൂപ. സോ ടോട്ടൽ എമൗണ്ട് 4,000. ദെൻ ഇത്ര ഐറ്റംസേ എന്തിൽ വരാനുള്ളൂ, അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും വരാനുള്ളൂ. നമ്മൾ എന്ത് ചെയ്യുന്നു, ലാബിലിറ്റി സൈഡിലും അസറ്റ് സൈഡിലും ടോട്ടൽ ചെയ്താൽ 17,300 രൂപ. ഇതാണ് എന്തായിട്ട് വരുന്നത്, ബാലൻസ് ഷീറ്റായിട്ട് വരുന്നത്. ഇത് ശ്രദ്ധിക്കുക, ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ്. എന്നാലും ഞാൻ അതിൽ പറയേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത പ്രോബ്ലം വരുമ്പോഴും നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാനുള്ള കുറേ കാര്യങ്ങൾ കൂടെ ഇതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ, കുറച്ചും കൂടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.